ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എന്നാറെ ആ മനുഷ്യർ അതിശയിച്ചു, ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവൻ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ വലിയൊരു ഭാഗം നടന്നത് ഗലീലി പ്രവിശ്യയിലാണ്. ആ തടാകം പലപ്പോഴും കൊടുങ്കാറ്റുകളെ അഭിമുഖീകരിക്കേണ്ടതായി വരാറുണ്ട്. ഒരു ദിവസം കർത്താവ് പടകിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. പിന്നെ തടാകത്തിൽ വലിയൊരു ഓളം ഉണ്ടായി. പടക് തിരകളാൽ മുങ്ങുമാറായി. കർത്താവ് പടകിൽ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ശിഷ്യന്മാർ അവനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി. രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. എന്നാൽ ആ മനുഷ്യൻ അതിശയിച്ചു, ഇവൻ എങ്ങനെയുള്ളവർ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. സർവ്വമാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്നവൻ്റെ പാപം ക്ഷമിക്കപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പടകിൽ യേശു നമ്മോടൊപ്പമുണ്ട് എന്നറിയുന്നത് എത്ര ആശ്വാസകരമാണ്. നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ സംരക്ഷണതയിലായിത്തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.